നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ? പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ സംരക്ഷണം നൽകുമോ ഇല്ലയോ? ഇനി അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാഹുലിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA ആണ്. അദ്ദേഹത്തിന് നിയമസഭാ നടപടിയിൽ പങ്കെടുക്കുന്നതിന് ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ യാതൊരു തടസ്സവുമില്ല. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ബെഞ്ചിലിരിക്കാൻ പറ്റില്ല, CPMൻ്റെ ബെഞ്ചിൽ അദ്ദേഹത്തെ ഇരുത്തുകയുമില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊരു ബ്ലോക്കായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു ബെഞ്ചിട്ടിരിക്കാനും തടസ്സമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ രാഹുലിന് നിയമപരമായ തടസ്സമില്ല. പിന്നെ മാർക്സിസ്റ്റുകാർ തടയുമോ, ഇദ്ദേഹം വരുമ്പോൾ കൂവുമോ, പൂച്ച കരയുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല. മുരളീധരൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ കോൺഗ്രസ്സുകാർ നമ്മുടെ CPMകാർ കൊക്കരക്കോ എന്ന് പറയും. അപ്പോൾ ശശീന്ദ്രനെ കാണുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ മ്യാവു മ്യാവു എന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെ സംഭവിക്കാറുള്ളൂ, അല്ലാതെ കണ്ട് അനിഷ്ട സംഭവങ്ങളോ ദേഹോപദ്രവത്തിനുള്ള ശ്രമമൊന്നും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ രാഹുലിൻ്റെ വിഷയം ഇങ്ങനെ കത്തിക്കാളി നിൽക്കുകയാണ്. പോരാത്തതിന് ക്രൈംബ്രാഞ്ചുകാർ അവരെ കൊണ്ട് കഴിയുന്നതിൽ അന്വേഷിക്കുന്നു. ഈ പീഡിതയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ കണ്ടെത്താനായിട്ട് പോലീസിൻ്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് പണിപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാർജിൻ്റെ ഗൗരവം കൂടും. രാഹുലിന് പിന്നെ വളരെ കാലത്തേക്ക് ഗോതമ്പുണ്ട കഴിച്ച് കിടക്കേണ്ട ഒരു ഇതൊക്കെയാണ് CPMകാർ പ്രതീക്ഷിക്കുന്നത്. അത് വേറെ വിഷയം. ഞാൻ പറയാൻ വന്നത്, രാഹുലിനെതിരെ നിരന്തരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ച് സഖാവ് വൈശാഖനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തെ പാർട്ടി ബ്രാഞ്ചിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ താഴ്ത്തലിൻ്റെ കാലാവധി ഏതാണ്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് പകരം ഏരിയ കമ്മിറ്റിയിലായിരിക്കും സഖാവിനെ തിരിച്ചെടുക്കുക. സഖാവ് ഏരിയ കമ്മിറ്റിയിൽ കുറച്ചാളും കൂടിയൊക്കെ പ്രവർത്തിക്കണം. പ്രവർത്തിച്ച സഖാവിൻ്റെ സംസാരവും പെരുമാറ്റവും ആ യോഗ്യതയും സ്ത്രീകളോടുള്ള ആ ഒരു സവിശേഷമായ താല്പര്യമൊക്കെ പാർട്ടിയെ ബോധ്യപ്പെടുത്തും. സഖാവ് ഒരു യോഗ്യനാണ്. സ്ത്രീകളും കൂടി അംഗങ്ങളായിട്ടുള്ള വർഗ ബഹുജന സംഘടനകളും പാർട്ടിയിലും പ്രവർത്തിക്കാൻ സർവ്വതാ യോഗ്യനാണ്, മാതൃകാ പുരുഷനാണ്, മര്യാദാ പുരുഷോത്തമനാണ് എന്ന് പാർട്ടിക്ക് ബോധ്യം വരണം. ബോധ്യം വന്നാൽ ആ സഖാവിന് ഇനി ഉയർന്ന കമ്മിറ്റികളിലേക്ക് എടുക്കും. അങ്ങനെ ബ്രാഞ്ചിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട സഖാവ് വൈശാഖൻ അദ്ദേഹം ഈ ഓണക്കാലത്ത് നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തുകയാണ്. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല, PK ബിജു ഒക്കെ ഉണ്ട്. ഇവരൊക്കെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. വൈശാഖൻ സഖാവിന് ചെറിയ ഇടർച്ച പറ്റി. അതുകൊണ്ട് പാർട്ടി നടപടിയെടുത്തു എന്ന് വെച്ചാൽ സഖാവിനെ തള്ളിക്കളയുക എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പരാധീനതകളെല്ലാം ഒഴിപ്പിച്ച്, പോരായ്മകൾ പരിഹരിച്ച്, കുളിപ്പിച്ച്, പുതിയ ഷർട്ട് ഇടിച്ച്, പൗഡർ ഇടിച്ച്, മുടി ചേക്കി വളരെ പ്രസൻറ്റബിളായ രീതിയിൽ അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കുകയാണ്. ഏരിയ കമ്മിറ്റിയിലിരുന്ന് പുള്ളി പണ്ടത്തെ പോലെ യോഗ്യമായിട്ട് പ്രവർത്തിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കുക. ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ അവർ പരാതി കൊടുക്കാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയിലല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രൊമോഷൻ കിട്ടും. അതാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്നത്. ഏതായാലും വൈശാഖൻ സഖാവ് ഒരു സ്ത്രീയുടെ പരാതിയുടെ പുറത്താണ് പുള്ളി പാർട്ടിയിൽ നടപടിക്ക് വിധേയനായത്. ഇപ്പോൾ സ്ത്രീകളുടെ ആരുടെ പരാതി പുള്ളിക്ക് നിറയില്ല. അപ്പോൾ ഈ സഖാവ് വളരെ മാതൃകാപരമായ പ്രവൃത്തികൾ കാഴ്ചവെച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക. ഇതേ സമയത്ത് തന്നെയാണ് ഈ സഖാക്കൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൻ്റെ മുമ്പിലും നിയമസഭാ തലത്തിലുമൊക്കെ ബഹളവും പുകിലും പുക്കാറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് സഖാക്കളുടെ കാര്യം? ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കാരെ, പിന്നെ സാക്ഷാൽ ഗോവിന്ദ മാഷ്, PK ബിജുവിനെയും സഖാവ് വൈശാഖനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഗോപി കോട്ടമുറി ഇതുപോലെ ഒരു ഒളിക്യാമറയിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ്. പിന്നെ പുറത്തായ ഗോപി തിരിച്ചു. അദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിട്ട് പരിലസിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഒരേ കുറ്റം CPMകാർ ചെയ്താൽ അത് കുറ്റമല്ല, അത് പുണ്യപ്രവൃത്തിയാണ്. നേരെ മറിച്ച് ഇത് തന്നെ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ ചെയ്താൽ അത് വലിയ ഗുരുതരമായ തെറ്റായിട്ട് പാർട്ടി കണക്കാക്കി ചെയ്യും.
ഏതായാലും സഖാവ് വൈശാഖൻ്റെ തിരിച്ചുവരവ് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്ത് മുഴുവൻ സഖാക്കൾക്കും ഊർജം പകരും, അവർക്ക് ഉന്മേഷം പകരും, അവരുടെ വിപ്ലവ വീര്യം ഇരട്ടിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ സഖാവ് സാധാരണയായിട്ട് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ CPM-കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വൈശാഖൻ സഖാവ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് ഈ മസിൽ പെരുപ്പിച്ച് കാണിക്കുന്ന ചില ഇമോജികൾ ഇട്ടു. സഖാവ് വരുന്നതോടുകൂടിയിട്ട് സംഖ്യകളും കൊങ്ങികളും മുരികളും ഒക്കെ ആ മാളത്തിൽ ഒളിക്കും എന്ന രീതിയിലുള്ള കമൻറ്റുകളും കണ്ടു. അപ്പോൾ സഖാവിൻ്റെ വരവിന് വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളും സഹയാത്രികരും പാർട്ടി അംഗങ്ങൾ തന്നെയും എത്ര അധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കത് കണ്ടപ്പോഴും മനസ്സിലായി. അപ്പോൾ ഈ സഖാവ് തിരിച്ചു വരട്ടെ, ചർച്ചകളിൽ നിരന്തരമായിട്ട് പങ്കെടുക്കട്ടെ, പ്രത്യേകിച്ച് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കട്ടെ. എന്നിട്ട് CPM എങ്ങനെയാണ് മാതൃകാപരമായിട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത്, ഇദ്ദേഹം എങ്ങനെയാണ് ആ അച്ചടക്ക നടപടിയെ നേരിട്ടതെന്നൊക്കെ എല്ലാവരും കണ്ട് പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു പുത്തൻ വിപ്ലവ സംസ്കാരം തന്നെ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാനുള്ളത്. സഖാവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി ഞാനും കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.